കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പന് ആറാട്ട് ദിവസമാണ്. ഇന്നലെ പള്ളിവേട്ടയായിരുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ ആ മുഖമണ്ഡപത്തിൽ പള്ളി ഉറക്കം ഉണ്ടായി. നല്ല ക്ഷീണത്തിലായത് കാരണം ഭഗവാൻ നേരം വൈകിട്ടാണ് ഇന്ന് ഉണരുന്നത്. അതും ഒരു ചെറിയ പൈക്കിടാവിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുന്നത്. ആ പൈക്കിടാവിനെയാണ് ഭഗവാൻ കണി കാണുന്നത്. ആ കണി കണ്ടു കഴിഞ്ഞ് ഭഗവാൻ എണീറ്റ് ഭഗവാന്റെ നിത്യനിദാന ചടങ്ങുകളെല്ലാം നടക്കുന്നു. ഇന്ന് വിശേഷാൽ അഭിഷേകങ്ങളുണ്ട്. എണ്ണ, നെയ്യ്, തേന് എന്ന് വേണ്ട അങ്ങനെയുള്ള പല വിധത്തിലുള്ള അഭിഷേകങ്ങളുണ്ട്. അതിനുശേഷം എല്ലാം കഴിഞ്ഞാൽ ഭഗവാൻ കുളിച്ചു കഴിഞ്ഞാൽ ഗോരോചനം, കുറി തൊട്ട്, പൊട്ട് തൊട്ട്, കണ്ണെഴുതി, ദശപുഷ്പമാല അണിഞ്ഞ്, വാൽക്കണ്ണാടി നോക്കി ഭഗവാന്റെ തിരുമുഖം കാണിച്ച് സുന്ദരനായില്ലേ എന്നെല്ലാം നോക്കിയതിന് ശേഷം ഭഗവാന് മലർ നിവേദ്യവും കഴിഞ്ഞിട്ടാണ് ഭക്തന്മാർക്ക് ശ്രീകോവിൽ നട തുറക്കുന്നത്. അപ്പോൾ ഏകദേശം 5:30 മണി 6 മണിയോട് കൂടിയിട്ട് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഭക്തന്മാർക്ക് 6:30 ശേഷം ദർശനം ഉണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭഗവാനെ പൊന്നുണ്ണീനെ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഇന്നലത്തെ അലങ്കാരം ഉണ്ടായത്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. കയ്യിൻ്റെ 2 ചുമലിലും ഓരോ സ്വർണ്ണത്തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 3 തിരുമുടി മാലകളും 2 വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ സുന്ദരനായിട്ടാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആ പള്ളിവേട്ടയുടെ ക്ഷീണമെല്ലാം മാറിയിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖത്ത് കണ്ടാൽ അത് നമുക്കറിയാം. അങ്ങനെ സുന്ദരനായി നിന്ന് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആറാട്ട് ദിവസമായത് കാരണം പൊന്നുണ്ണിക്ക് കൂടുതലൊരു സന്തോഷമുണ്ട്. ഇന്ന് രാത്രി മഞ്ഞപ്പൊടിയിൽ ആറാടാം, ഇളനീരിൽ ആറാടാം, എല്ലാം ഗ്രാമപ്രദക്ഷിണം നടത്താം. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ആ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന സുന്ദരനായ പൊന്നുണ്ണിയാണ് നട തുറന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും കാണുന്നത്. അവരോടി ഓടിപ്പോയി ഭഗവാന്റെ തൃക്കാൽക്കൽ വീഴുന്നു, നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കണു. കണ്ണന് അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ആ സുന്ദരനായ പൊന്നുണ്ണിയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? നമുക്ക് ഗുരുവായൂർക്ക് വരാനും ദർശനം നടത്താനും പറ്റാത്ത ഭക്തന്മാരുണ്ടെങ്കിൽ ഈ രൂപം മനസ്സിൽ നല്ലോണം അങ്ങോട്ട് വിചാരിക്കുക. പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരും. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. ആ പൊന്നുണ്ണിനെ നല്ലപോലെ വിചാരിച്ചോളൂ മനസ്സിലെ. പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി, അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ചെല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ 10 ഇരട്ടി, 100 ഇരട്ടി, 1000 ഇരട്ടി സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അതുറപ്പാണ്. കണ്ണൻ അത്രയും സ്നേഹനിധിയാണ്. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി കണ്ണൻ്റെ തിരുമാങ്ങ ഉറക്കെ ജപിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം
എല്ലാവരും ഉപാസിക്കുക. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല, കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വരും തലമുറകൾക്ക് ഇത് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് നിത്യവും ഉപാസിപ്പിക്കണം. അവർക്കും ശ്രേയസ്കരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ. ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ.